അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമളാനിൻ്റെ ഏറെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനും അതുവഴി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ ഇൽമുകൾ നേടുന്ന അഥവാ പുതിയ പുതിയ അറിവുകൾ കരസ്ഥമാക്കുന്ന ഒരു മാസം കൂടിയാണ്. കാരണം വിജ്ഞാനം നേടുക എന്ന് പറയുന്ന വലിയൊരു ഇബാദത്തായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഏറ്റവും ഖൈറായ പ്രവർത്തനം ചെയ്യുന്നവർ, ഏറ്റവും ഖൈർ ലഭിക്കുന്നവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് വിജ്ഞാനം നേടുന്നതിൻ്റെയും അത് പഠിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഈ ഒരു ചെറിയ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ, അത് എന്താണ്, ആ ഹദീസുകളോട് ഒരു മുസ്ലിമായ മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്, അതാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനുമായിട്ടുള്ള ഒരു സന്മാർഗ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ്റെ പ്രത്യേകത അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും ആയത്തുകളാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ലോകത്ത് ഒരു മനുഷ്യനെന്നല്ല ഒരു പടപ്പിനും സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവാചകൻ നൽകിയ ഒരു അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു നൽകിയ ഒരു വലിയ മുഅ്ജിസത്താണ്. ആ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനോട് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾക്ക് പ്രാക്ടിക്കലായ അഥവാ അതിൻ്റെ പ്രായോഗികമായ വിശദീകരണങ്ങളും അതിൽ ഇല്ലാത്ത ചില കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ലിതുബയ്യന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. അഥവാ പ്രവാചകരെ, താങ്കൾക്ക് നാം വിശുദ്ധ ഖുർആനെ പോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഇറക്കി നൽകിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പ്രവാചകന് നൽകപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ആ പ്രവാചകൻ്റെ വിശദീകരണങ്ങൾ പ്രധാനമായും 3 രീതിയിലുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് വിശദീകരിച്ചതുണ്ടാവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വിശദീകരിച്ചതുണ്ടാവും, പ്രവാചകൻ തൻ്റെ മൗനാനുവാദങ്ങൾ തൻ്റെ അനുവാദങ്ങൾ കൊണ്ട് വിശദീകരിച്ചതുണ്ടാവും, പ്രവാചകൻ സ്വന്തം ജീവിതത്തിൽ ഉള്ള സ്വഭാവങ്ങളിലൂടെ വിശദീകരിച്ചതുണ്ടാവും, ഇടപാടുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പല രീതിയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഹദീസുകൾ, സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ. അഥവാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിങ്കൽ നിന്ന് അവതരിച്ച് കിട്ടിയിട്ടുള്ള വഹീകൾക്ക് പറയുന്ന പേരാണ് ഹദീസുകൾ. അപ്പം ഹദീസുകൾ വഹിയാണോ എന്ന് ചോദിച്ചാൽ അതേ വഹിയാണ്. കാരണം അതിൻ്റെ തെളിവെന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി. പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങൾ സംസാരിക്കുന്ന ഏത് കാര്യങ്ങളും ഖുൽ ഇന്നമാ ഉൻദിറുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത് അത് വഹി കൊണ്ട് മാത്രമാണ്. വമാ യൻതിഖു അനിൽ ഹവാ, തൻ്റെ ഇച്ഛപ്രകാരം പ്രവാചകനൊന്നും സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ, അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകപ്പെട്ട വഹിയാണത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായിക്കൊണ്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ അനുവാദം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വഹീകളെയാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെന്നോ ഹദീസുകളെന്നോ പറയുന്നത്.
ഈ ഹദീസുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായതുകൊണ്ട് തന്നെ ഈ ഹദീസുകളെ നമ്മൾ മാറ്റി നിർത്താൻ സാധ്യമല്ല. ഖുർആൻ എപ്രകാരം പ്രമാണമാണോ അതുപോലെ തന്നെ പ്രമാണമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഹദീസുകൾ. കാരണം ഹദീസുകൾ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാവുകയില്ല. അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുള്ള പല പ്രസ്താവനകളും അവ്യക്തമായി തുടരുന്ന കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഖുർആനുമായി കൊണ്ട് ഒട്ടി നിൽക്കുന്ന, അഥവാ വിശുദ്ധ ഖുർആൻ പ്രമാണമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഖുർആനിനെ തന്നെ നമ്മൾ കൈയൊഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്കൊരു കാര്യം കൊണ്ടുവന്നാൽ അത് നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്നതാണ് ഖുർആനും ഹദീസും. ഹുവല്ലദി അൻസല അലൈക്കൽ കിതാബ് വൽ ഹിക്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ കിതാബ് വൽ ഹിക്മ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞത് വിശദീകരിച്ചതും അത് ഹദീസുകളാണ്. അപ്പോൾ ആ ഹദീസുകൾ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണങ്ങൾ അത് നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ കാണാം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാനലോകത്തെ, ഭൂമി ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ 12 മാസങ്ങളാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 4 മാസങ്ങളിൽ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ഹുർമത്താക്കപ്പെട്ട, യുദ്ധം നിഷിദ്ധമായ, അതുപോലെ തന്നെ കൊലപാതകങ്ങളെല്ലാം നിഷിദ്ധമായിട്ടുള്ള മാസങ്ങളാണ്. ആ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ 12 മാസങ്ങൾ ഏതാണ് എന്ന് വിശുദ്ധ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, സാധാരണ എല്ലാവർക്കും അറിയുന്ന 12 മാസങ്ങൾ അറബി മാസങ്ങളുണ്ട്, മുഹറം, സഫർ, റബീഉൽ അവ്വൽ തുടങ്ങിയ മാസങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും മിൻഹ 4 ഹുറും, ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ഹുർമത്തുള്ള മാസങ്ങളാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ എവിടെയും കാണാൻ സാധ്യമല്ല. 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഏതൊക്കെയാണ് ഈ 4 മാസങ്ങൾ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ഖുർആൻ്റെ ന്യൂനതയാണ്, ഒരിക്കലുമല്ല. ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. പ്രവാചകർ, നിങ്ങൾക്ക് നാം അത് വഹി നൽകിയിട്ടുണ്ട്, നാം ഇറക്കിയത് വിശുദ്ധ ഖുർആനിനെ താങ്കൾ വിശദീകരിക്കണം. അത് പ്രവാചകൻ വിശദീകരിച്ചു. അതെവിടെ ഉണ്ടാകുക? ആ പ്രവാചകൻ്റെ വിശദീകരണം ഹദീസുകൾ ഉണ്ടാകും. ആ ഹദീസുകളാണ് നമ്മൾ പ്രമാണമായി സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദീസുകൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു 4 മാസങ്ങൾ ഏതൊക്കെയാണ് പവിത്രമായിട്ടുള്ളത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ ഹദീസിൽ 3 തുടർച്ചയായി വരുന്നതും റജബ് പിന്നെ ഒറ്റയായി വരുന്നതുമായ മാസമാണ്. ഇങ്ങനെ 4 മാസങ്ങൾ. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്ന് കിട്ടും. ഇതുപോലെ നമ്മൾക്ക് നമ്മൾ നിത്യജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ജുമഅയാണെങ്കിലും ശുദ്ധ ഖുർആൻ ജുമഅയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. നിങ്ങൾ ജുമഅ ദിവസം നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ജുമഅയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വേഗം വരണം. അപ്പോൾ എപ്പോഴാണ് വിളിക്കേണ്ടത്? സുബഹി സമയൻ്റെ സമയത്താണോ, ളുഹറിൻ്റെ സമയത്താണോ, അസറിൻ്റെ സമയത്താണോ, മഗ്രിബിൻ്റെ സമയത്താണോ? യൗമുൽ ജുമഅ എന്ന് പറഞ്ഞ് 24 മണിക്കൂറുള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൽ ഏത് സമയത്താണ് നിങ്ങൾ ജുമഅക്ക് വിളിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. അതാരും വ്യക്തമാക്കിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിത പദത്തിൽ, തൻ്റെ പ്രവൃത്തി പദത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. അപ്പോൾ ഇതൊന്നും ഹദീസുകൾ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ആരാധനകളിലുമെല്ലാം നമുക്ക് അപൂർണമായ ഒരവസ്ഥയാണ് ഉണ്ടാവുക. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെയും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുമൊക്കെ സംജാതമാകും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളും നമ്മൾ സ്വീകരിക്കണം. സ്വഹീഹ ഹദീസുകൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പല വ്യാജവാദികളും പ്രവാചകൻ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ ആശയങ്ങളെ ശക്തിപ്പെടുത്താനും വേണ്ടി നിരവധി ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അത് കെട്ടിയുണ്ടാക്കി പലരും സമ്മതിച്ചതുമാണ്.
അങ്ങനെയുള്ള ഹദീസുകൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഹദീസുകൾ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് സ്വഹീഹായി വന്നിട്ടുള്ള, പ്രത്യേകിച്ചും ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള, അതുപോലെ തന്നെ കുത്തുബു സിത്തയിലും കുത്തുബു തിസ്അയിലും ഒക്കെയുള്ള ഒരുപാട് സ്വഹീഹ ഹദീസുകളുണ്ട്, ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. അതെല്ലാം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങൾ മാറ്റി നിർത്തുമ്പോൾ വിശുദ്ധ ഖുർആനെ തന്നെ നമ്മൾ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പറയുന്ന കാര്യമാണ് അത്യുഉ അല്ലാഹ് വ അത്യുഉ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം. ഒരു വ്യക്തി ഞാൻ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പൂർണ്ണമായും മുഅ്മിനല്ല. ഇനി വീണ്ടും അള്ളാഹു പറയുന്നു, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വന്നാൽ നിങ്ങൾ അള്ളാഹുലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും മടക്കണം. അള്ളാഹുലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കിതാബിലേക്ക് മടക്കണം, ഖുർആനിലേക്ക് മടക്കണം. കാരണം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കയറി ചെന്ന് നമുക്ക് ചോദിക്കാൻ അവസരമില്ലല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക് മടക്കുന്നു. അപ്പോൾ ഖുർആനും സുന്നത്തും പ്രമാണമാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രമാണത്തെ നാം സ്വീകരിക്കേണ്ടത്? നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ടും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടും നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചു കൊണ്ടാണോ നമ്മൾ ഹദീസുകൾ സ്വീകരിക്കേണ്ടത്, ആയത്തുകൾ സ്വീകരിക്കേണ്ടത്? അല്ല. അള്ളാഹുവും റസൂലും പറഞ്ഞാൽ അത് പൂർണ്ണമായി മനസ്സാവാച സ്വീകരിക്കണം. ഫലാ വറബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ മാത്രമാണ് ഈ ഒരു ശൈലിയുള്ളത്. ലാ യുമിനൂൻ, അവർ ഒരിക്കലും പൂർണ്ണമായ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു തർക്കം വന്നു, ആ തർക്കത്തിൽ താങ്കളെ വിധികർത്താവായിക്കൊണ്ട് അവർ സ്വീകരിക്കണം. സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ വിധിച്ചൊരു കാര്യത്തിൽ അവിടെ മനസ്സിലൊന്നും തോന്നാൻ പാടില്ല. യുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അതിന് കീഴൊതുങ്ങുകയും വേണം. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായി കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം നമ്മൾ ഹദീസുകൾ സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാവുന്ന ഖുർആനിലുണ്ട്, ഹദീസിലുമുണ്ട്. പക്ഷെ അത് ബുദ്ധിക്കെതിരല്ല. നമ്മുടെ ബുദ്ധി അത് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ ബുദ്ധിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പക്ഷെ അത് അള്ളാഹു പറഞ്ഞതാണ്, പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മാർഗം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ആ മാർഗം വിട്ട് മുഅ്മിനീങ്ങളായ ആളുകൾ സഹാബത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് ആരെങ്കിലും പോയാൽ അവൻ തിരിഞ്ഞടുത്തേക്ക് നമ്മൾ തിരിച്ചു കളയും, അവനെ നരകത്തിലിട്ട് കരിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സഹാബത്ത് ഖുർആനും സുന്നത്തും സ്വീകരിച്ചു, നമ്മൾ സ്വീകരിക്കുന്നു. പ്രവാചകന്റെ സഹാബത്ത് മനസ്സ വാച കർമ്മണ പൂർണ്ണമായും പ്രമാണങ്ങളുടെ മുമ്പിൽ കീഴൊതുങ്ങി, നമ്മളും കീഴൊതുങ്ങുന്നു. അത് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമായിക്കോട്ടെ, പഠിപ്പിക്കപ്പെട്ടതാണ്. അതല്ലാതെ നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് കൊണ്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുക, ഹദീസുകളെ തള്ളിക്കളയുക, ഇതൊന്നും ശരിയായ രീതിയോ ഒരു ശരിയായ ഒരു വ്യവസ്ഥയോ അല്ല. നേരെമറിച്ച് അതെല്ലാം വ്യതിയാന കക്ഷികളിലേക്ക് ചേർത്തപ്പെടുന്ന രീതികളാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ശരിയായ രീതി ഖുർആനും സുന്നത്തും ഒരു കാര്യം പറഞ്ഞാൽ, പ്രമാണങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കുക എന്നല്ലാതെ പ്രമാണങ്ങൾക്കപ്പുറത്തേക്ക് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയും പ്രമാണങ്ങളെ വർജിക്കുകയും പ്രമാണങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന രീതി വിശ്വാസികളെ സംബന്ധിച്ചൊരിക്കലും ഭൂഷണമല്ല എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്താവുന്നത്. അള്ളാഹു അവൻ്റെ ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരേക്കും, ശ്വാസം വരേക്കും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.